ഞാൻ രാത്രി 2 മണിക്കോ 3 മണിക്കോ വണ്ടി എടുത്ത് പോകുമ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ ലിബറലായിട്ട്, ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർക്കൊരു ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവർ വിചാരിക്കുന്നത്. അവർ പരസ്പരം സംസാരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവർ സൗഹൃദം, അവരുടെ സൗഹൃദം നമ്മളെ പോലെയല്ല. ഞാൻ ഭയങ്കര കൗതുകത്തോടു കൂടി ഈ സമീപകാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് ചെറിയ ആൾക്കാരോടാണ്, കുട്ടികളോടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളാണ് ശരി എന്നുള്ള ഒരു തോന്നൽ നമ്മൾ വിട്ട് കളഞ്ഞാൽ കുറച്ച് എളുപ്പമായി കാര്യം. ഇപ്പം നമുക്ക് എപ്പോഴും തോന്നുക, എല്ലാ ജനറേഷനിലുള്ള ആളുകൾക്കും തോന്നുക ഞങ്ങളുടെ ജനറേഷനാണ്, അത് ഭയങ്കര സംഭവമായിരുന്നു. ശരി, അതെ അതെ, എക്സാക്ട്ലി. അത് നമ്മൾ വിട്ട് കളഞ്ഞാൽ പിന്നെ ഇവരോട് ഇടപെടാൻ കുറച്ച് എളുപ്പമായി. ഇവർ പറയും ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും. ഇൻ ദ സെൻസ് അവർ നമ്മളെ പഠിപ്പിക്കുമെന്നല്ല, പക്ഷെ അവർ പറയുന്നതിൽ നമ്മൾ പഠിച്ചാൽ ചില കാര്യങ്ങളുണ്ട് നമുക്ക് തിരിച്ചും കൊടുക്കാനുണ്ട്. ആ ഒരു കൊടുക്കൽ വാങ്ങൽ നമ്മൾ ഈ കുട്ടികളും വലിയവരും തമ്മിലുള്ളത് മാത്രമല്ല, സൊസൈറ്റി ആകെ തന്നെയും എപ്പോഴും ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന പോലെ പേടിക്കുന്നത് പോലെ പ്രശ്നങ്ങൾ ഈ ടെക്നോളജി കൊണ്ടുവരുന്നില്ല എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ ഒരുമിച്ച് നടക്കുന്ന ഫോണൊന്നും കയ്യിലൊന്നും ഇല്ലാതെയൊക്കെ തന്നെ ഒരുമിച്ച് സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് നടക്കുന്ന ആളുകളെ കാണാം. പക്ഷെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ഈ ഫോണിൽ നമ്മൾ എപ്പോഴും ഇരിക്കുന്നതാണ്. കാരണം നമ്മൾ തന്നെ അങ്ങനെയാണ്. ചിലപ്പം ഫോണിൽ ഒരുപാട് ഇരിക്കുന്നു, സംസാരിക്കുന്നു, പക്ഷെ അതൊന്നും അല്ലാതെ രസമായിട്ട് നടക്കുന്ന ആളുകളും ചെറുപ്പക്കാരും വലിയവരും ഒക്കെ ഉണ്ട്.